ഇസ് ജൂൺ 14th ആണ്. ഇന്ന് സാറ്റർഡേ ആയിരുന്നു, വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ടും ഒന്ന് സ്ലോ ആയിട്ട് ഞാൻ ഒന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല എനർജി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കോട്ട് തൊട്ട് തുടങ്ങാം കേട്ടോ. ഭൗതിക ലോകത്തിൽ ഗവേഷണം ചെയ്യുന്ന നമുക്ക് നമ്മെക്കുറിച്ച് എത്ര അറിവുണ്ട്? നമ്മൾ എല്ലാത്തിനെ കുറിച്ചും ഡീപ്പറായിട്ട് ഇപ്പോൾ സ്പിരിച്വൽ ജേർണിയിൽ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പഠിക്കും. നമ്മളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഡീപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്സ് അറിയാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇന്ന് പറയുന്നത്, ഇന്ന് തൊട്ടിട്ട് നിങ്ങളെ റീഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഞാൻ വേഗം എടുത്തു വെച്ചു, കാരണം ടൈം അപ്പോഴേക്കും എൻഡ് ആവാറുണ്ട്. കിട്ടിയ കാർഡ് ഹൈ പ്രീസ്റ്റസ്, ഹെയറോഫന്റ്, 4 of Pentacles ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിച്ചിട്ടുള്ളത്. ട്രിഗേഴ്സ് വരാം, മദർ വൂൺസ് വരാം. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊക്കെ നമ്മളെ മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങുന്ന ടൈമാണ്. കാരണം നമ്മൾ ഇന്നർ വർക്ക്സ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഒരു കമന്റ് വന്നിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഇത്രയും ഹീലായത്? ഇന്നർ വർക്ക്സ് കൊണ്ട് മാത്രമാണ്. ഇന്നർ വർക്ക്സ് കൊണ്ട് മാത്രമല്ല, ഇന്നർ വർക്ക്സ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ട്രസ്റ്റ് വരും. നമ്മൾ ഓരോ സമയത്ത് ഓരോ പാഠങ്ങൾ യൂണിവേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ട്രിഗേഴ്സ് കിട്ടും. ആ ട്രിഗേഴ്സിൽ നിന്നും കാർമിക് നമ്മൾ നന്നായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ പാഠങ്ങൾ പഠിച്ച് ഹീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസും ലെസൺസും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ജേർണിയിൽ ഹീലിങ്സ് വരുന്നത്. സോ ഹൈ പ്രീസ്റ്റസ് പറയുന്ന പോലെ മദർ വൂൺസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലത്തെ ഇന്നർ മാസ്കുലിൻ പ്ലസ് ഇന്നർ ഡിവൈൻ ഫെമിനിൻ എനർജി അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ ഔട്ടർ മാസ്കുലിനെ നോക്കുക, അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ നിങ്ങൾ കമ്മിറ്റ്മെന്റ് തരുന്നില്ല. നേരെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് എവിടേക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാത്തതുണ്ട് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഹെയർഫെന്റിന്റെ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുക്കേണ്ട കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ, യൂണിവേഴ്സുമായിട്ട് ഇങ്ങനെയൊക്കെ അടുക്കാൻ സാധിക്കുക. ടാരോ ആണോ, അല്ലെങ്കിൽ ആകാശ റെക്കോർഡ്സ് ആണോ, അല്ലെങ്കിൽ റോയ്ക്കി ആണോ, നിങ്ങൾക്ക് ക്രിസ്റ്റൽ ഹീലിംഗ് ആണോ, ഏഞ്ചൽ ഹീലിംഗ്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത്, ആ ഒരു സോളിന്റെ ക്രേവിങ്സിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് ഓക്കെ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ അതിനുള്ള എമൗണ്ട് ഇല്ലല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ 2-3 പേരായി കയ്യിൽ ഒന്നുമില്ലാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നിട്ട് വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ അവരോട് ഞാൻ പറഞ്ഞു സറണ്ടർ ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര്, കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് അത്രയും കിട്ടും. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ബ്ലെസ്സിങ്സ് വരുള്ളൂ. ആൻഡ് 4 of Pentacles കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൊടുക്കുക. പൈസ ഇപ്പോൾ ടാരോ റീഡിംഗ് ചിലവർ വരും, 1-2 പേരാണ് കേട്ടോ, അത്ര ഫിൽറ്റേർഡ് അല്ലാത്തത് കൊണ്ടാണ് പൈസ കൊടുത്തപ്പോൾ ചേച്ചി ഈ പൈസ ഉണ്ട് എനിക്ക്, പക്ഷെ ഇത്രയും തരാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയും, അങ്ങനെ വെച്ച് നിങ്ങൾ എനിക്ക് തരണ്ട, നിങ്ങൾ വേറെ റീഡറിന് എടുത്ത് പോകുക. കാരണം നമ്മൾ മണി ബ്ലോക്ക് വരും, പൈസ ഉണ്ടായിട്ട് കൊടുക്കാതെ ആവുമ്പോൾ ഡെഫിനറ്റ്ലി ബ്ലോക്ക് ആണ് വരും. അപ്പോൾ 4 of Pentacles അങ്ങനത്തെ ഒരു എനർജി ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യുക. വിത്തിൻ എ ഇയർ കൊണ്ട് ചേഞ്ചസ് വരും. ഓക്കെ.